our channel. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഓണം സ്പെഷ്യൽ ഒരു റെസിപ്പി ആയിട്ടാണ്. നമുക്ക് ഓണമൊക്കെ ഇങ്ങ് അടുത്തെത്തി, ഇനി ഒരാഴ്ചയും കൂടെ ഉള്ളൂ ഓണത്തിന്. അപ്പോൾ സദ്യക്കുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ ഇഞ്ചിക്കറിയും നാരങ്ങയൊക്കെ നമ്മൾ ഇപ്പോഴേ തന്നെ ചിലരൊക്കെ ഉണ്ടാക്കി വെക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പുളി ഇഞ്ചിയുടെ റെസിപ്പി ആയിട്ടാണ്. പുളി ഇഞ്ചി ഇഞ്ചിക്കറിയൊന്നും ഇല്ലാത്ത ഒരു സദ്യ മലയാളികൾക്ക് ഇല്ല അല്ലേ. അപ്പോൾ പാലക്കാടൻ തനി നാടൻ ട്രഡീഷണൽ റെസിപ്പിയാണ് നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ പുളി ഇഞ്ചിയിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് പുളിയും ഇഞ്ചിയുമാണ്. 2 വലിയ ലെമൺ സൈസിലെ പുളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഇത് കുതിർക്കാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. 2 വലിയ ലെമൺ സൈസിലെ പുളിക്ക് വേണ്ടിയിട്ട് ഞാൻ 2.5 കപ്പ് വെള്ളമാണ് ഇവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ വെള്ളം ഒന്ന് നന്നായിട്ട് തണുത്ത് വരുമ്പോഴത്തേക്ക് ഈ പുളി നമുക്ക് നല്ലതുപോലെ പിഴിഞ്ഞെടുക്കണം. ഇതിൻ്റെ സത്തെല്ലാം നമുക്ക് പിഴിഞ്ഞെടുത്ത ശേഷം ഇതൊന്ന് അരിച്ചെടുത്ത് വേണം യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്കിനി ഇഞ്ചി റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാനിലേക്ക് കുറച്ച് എണ്ണ മാത്രം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇഞ്ചി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇഞ്ചിയുടെ വെള്ളം പോകുന്നത് വരെ നമ്മളൊന്ന് വറുത്തെടുക്കണം. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ ഇഞ്ചി വറുത്തെടുക്കാനായിട്ട്. നമ്മുടെ ട്രിവാൻഡ്രം സൈഡിലേക്ക് സദ്യക്ക് ഞാൻ പുളിയിഞ്ചി അധികം കണ്ടിട്ടില്ല. വടക്കോട്ടാണ് ഞാൻ കൂടുതൽ പുളിയിഞ്ചി സദ്യയുടെ കൂടെ കഴിക്കുന്നത് കണ്ടിട്ടുള്ളത്. നമ്മുടെ ട്രിവാൻഡ്രത്തൊക്കെ ഇഞ്ചിക്കറിയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ പുളിയിഞ്ചിക്ക് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ നമ്മുടെ ഇഞ്ചി വെള്ളമൊക്കെ നന്നായിട്ട് വാർന്ന് പോയിട്ട് ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഇതേ പാനിൽ തന്നെ ഒന്ന് കടുക് വറുത്തെടുക്കാം. 1 ടേബിൾ സ്പൂൺ ഓയിലാണ് ഞാൻ ചൂടാക്കി എടുത്തിരിക്കുന്നത്. ഓയിൽ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി കഴിയുമ്പോൾ ഇതിലേക്ക് വറ്റൽമുളക് ആഡ് ചെയ്ത് കൊടുക്കണം. 4 വറ്റൽമുളകാണ് ഞാനിവിടെ പൊട്ടിച്ചിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് പുളിയിഞ്ചിയിൽ വറ്റൽമുളക് ഇട്ടാൽ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് നല്ല ഇഷ്ടമാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം 4 ചേർത്താൽ മതി, ഇല്ലെങ്കിൽ 2 or 3 ഒക്കെ ചേർക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം. മുളകിൻ്റെ കളറ് മാറി ചെറിയൊരു ബ്ലാക്ക് ഷെയ്ഡ് വരുമ്പോഴേ നമ്മളൊന്ന് വരട്ടി കൊടുക്കണം. ഇപ്പോൾ മുളകൊക്കെ നന്നായിട്ട് കളറ് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ച് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ നമുക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെ ഷെയ്ഡ് നന്നായിട്ട് മാറി ഒരു ബ്രൗൺ ഷെയ്ഡ് ആകും വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇപ്പം ഇഞ്ചിയുടെ ഷെയ്ഡൊക്കെ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പുളിവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. പുളിവെള്ളം ഞാനൊന്ന് അരിച്ചാണ് എടുക്കുന്നത്. പുളിയുടെ ആ ഒരു പൊടിയും ഇതൊക്കെ അങ്ങ് പോകാൻ വേണ്ടിയിട്ടാണ് ഞാനിതൊന്ന് അരിച്ചെടുക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ചെറുതായിട്ട് ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. നല്ല മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്, കാശ്മീരി മുളക് പൊടി അല്ല. അതുപോലെ തന്നെ നമ്മൾ എത്ര മുളക് പൊടി എടുക്കുന്നോ അതിൻ്റെ ഡബിളായിട്ട് വേണം നമ്മൾ മല്ലിപ്പൊടി എടുക്കാനായിട്ട്. 1/2 ടീസ്പൂൺ മുളക് പൊടിക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇത് ചെറുതായിട്ട് ഒരു തിള വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ശർക്കര ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ശർക്കര നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ചിലർക്ക് ഒരുപാട് ശർക്കര ചേർക്കുന്നത് ഇഷ്ടമല്ല, ചിലർക്ക് ഒരുപാട് ശർക്കര ചേർക്കുന്നത് ഇഷ്ടമാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ലെമൺ സൈസിനുള്ള ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഉഴുന്നുപൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം.
ഉഴുന്ന് പൊടി നന്നായിട്ട് വറുത്ത് പൊടിച്ചതാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കുറച്ച് പോലും തരിയില്ലാത്ത ഉഴുന്ന് പൊടി വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അലിയാതെ കിടക്കുന്ന ഈ ഉഴുന്ന് പൊടിയെല്ലാം നമുക്ക് നന്നായിട്ട് ഇതിലേക്ക് ഉടച്ച് ചേർക്കണം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഉഴുന്നുപൊടി ചേർക്കുമ്പോൾ നമ്മുടെ പുളിയിഞ്ചിക്ക് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അതിനായിട്ടാണ് ഞാനിവിടെ ഉഴുന്നുപൊടിയും കൂടി ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിൽ ഉപ്പും മധുരമൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പും ശർക്കര കുറവാണെങ്കിൽ കുറച്ച് ശർക്കരയൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ലാസ്റ്റ് ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. കായത്തിൻ്റെ ഒരു ഫ്ലേവറും കൂടി നല്ലതാണ്. നമ്മുടെ ഇഞ്ചിപ്പുളി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നല്ല കട്ടിക്കാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് കുറുക്കി എടുക്കണം. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിച്ച് കുറച്ച് ക്വാണ്ടിറ്റിയിലാക്കി എടുക്കണം ഇത്. അപ്പോൾ നമ്മുടെ പുളിയിഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് വേണം നമുക്ക് പുളിയിഞ്ചി റെഡിയാക്കി എടുക്കാനായിട്ട്. ഈ ഒരു ഡാർക്ക് ബ്രൗണിഷ് കളറായിട്ട് വേണം നമുക്ക് കിട്ടാനായിട്ട്. അപ്പോൾ ഇത് നമുക്ക് കുറേ നാളത്തേക്ക് വെച്ചിരുന്നൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ പെട്ടെന്ന് കേടായി ഒന്നും പോവാറില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണും വരെ ബൈ ബൈ.